മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ അണിയറയിലെ നാടകീയ രംഗങ്ങളും ചേരിപ്പോരും തെരുവിലേക്ക് നീങ്ങുകയാണ്. നടി ശ്വേതാ മേനോനെതിരെ സഹപ്രവർത്തകർ ഉന്നയിച്ച ഗുരുതരമായ സാമ്പത്തിക വർഗീയ ആരോപണങ്ങളിൽ ഒടുവിൽ ബിജെപിയും പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നടി ശ്വേതാ മേനോൻ കടുത്ത ദേശീയവാദിയും മോദി ഭക്തയുമാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അവകാശപ്പെട്ടു. എന്നാൽ ശ്വേത ബിജെപിക്കാരിയല്ലെന്നാണ് സുരേഷിന്റെ വാദം. സിനിമയിൽ പിടിമുറുക്കാൻ കോടികൾ എറിഞ്ഞ് ആളുകളെ വശത്താക്കേണ്ട ഗതികേട് ബിജെപിക്കില്ലെന്ന് സുരേഷ് മാലാപാർവതി അടക്കം ഉയർത്തിയ ആരോപണത്തിന് മറുപടിയായി പറഞ്ഞു. സുരേഷ് ഗോപി സിനിമയിൽ നിന്നിരുന്നുവെങ്കിൽ കോടികൾ സമ്പാദിക്കാമായിരുന്നുവെന്നും അദ്ദേഹം ദേശീയതയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് വന്നതെന്നും സുരേഷ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മുൻപ് ഇന്നസെന്റും രമേശ് പിഷാരടിയും ഒക്കെ സംഘടനയുടെ തലപ്പത്ത് വന്നപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്നും ബിജെപി മാന്യത പാലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. ശ്വേതാ മേനോനും ഭരണസമിതിക്കുമെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി നടിമാരായ മാലാപാർവതിയും അൻസിബ ഹസനും ഉഷാ ഹസീനയും വാർത്താസമ്മേളനം വിളിച്ചാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. ശ്വേതാ മേനോൻ ബിജെപിയിൽ നിന്ന് 2 കോടി രൂപ കൈപ്പറ്റിയെന്ന ആരോപണമാണ് നടിമാർ ഉന്നയിച്ചത്. അദാനി ഗ്രൂപ്പിൽ നിന്ന് അമ്മ സംഘടനയ്ക്ക് ശ്വേതയുടെ വിശ്വാസ്യതയിൽ 15 കോടി രൂപ സംഭാവനയായി ലഭിക്കുമെന്ന് ബിജെപി നേതാവ് പത്മജ പറയുന്ന വീഡിയോ മാലാപാർവതി വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഒരു രാഷ്ട്രീയ നേതാവ് എന്തിനാണ് സംഘടനയിലേക്ക് കോടികൾ വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് നടിമാരുടെ ചോദ്യം. അൻസിബ എന്ന മുസ്ലിം നാമധാരിയെ വർഗീയവാദിയാക്കി ജിഹാദിയാക്കി ഓടിക്കാനുള്ള ശ്രമമാണ് അമ്മയിൽ നടന്നതെന്ന് മാലാപാർവതി പറഞ്ഞു. ഹിന്ദു ക്ഷേത്രത്തിൽ നിന്ന് പണം വാങ്ങിയതിന്റെ പേരിൽ അവർ വർഗീയത നടപ്പിലാക്കിയെന്ന് ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് ധ്രുവീകരണമുണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളത് ആരോപണമല്ല, തന്റെ അനുഭവമാണ്. എന്തുകൊണ്ടാണ് ശ്വേത തനിക്ക് മൈക്ക് തരാതെ ജനറൽ ബോഡിയിൽ വട്ടം പിടിച്ചു നിന്നത്? ഞാൻ സംസാരിക്കാൻ പാടില്ല, മാധ്യമങ്ങളിൽ പോകും എന്നാണ് പറഞ്ഞത്. രമേശ് പിഷാരടിയുടെ ഫോൺ സംഭാഷണം അജണ്ടയോട് കൂടി അവർ പുറത്തുവിട്ടു. ഒരാൾ കൂടി ആ ഫോൺ കോളിൽ ഉണ്ടായിരുന്നു. ശ്വേതയ്ക്ക് എന്തൊക്കെയോ ദുരുദ്ദേശമുണ്ട്. അൻസിബയ്ക്കെതിരെ ശ്വേത നടത്തിയത് മോശം പരാമർശങ്ങളാണ്. 4 പേരെ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് ശ്വേത പറഞ്ഞു. താനിത് പുറത്തു പറയുമെന്ന് ശ്വേതയെ അറിയിച്ചപ്പോൾ തന്നെ സിനിമയിൽ നിന്ന് ഇല്ലാതാക്കുമെന്നായിരുന്നു മറുപടി. അദാനി ഗ്രൂപ്പിൽ നിന്ന് അമ്മ സംഘടനയ്ക്ക് 15 കോടി സംഭാവനയായി ലഭിക്കുമെന്ന് ബിജെപി നേതാവ് പത്മജ ഒരു അഭിമുഖത്തിൽ പറയുന്നതിന്റെ വീഡിയോ മാലാപാർവതി വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ 15 കോടി രൂപ കൊണ്ടുവരുമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മ അംഗമല്ല. മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് പ്രധാന കാര്യമെന്നും മാലാപാർവതി പറഞ്ഞു.